അപ്പോൾ അതേ നമ്മൾ സെറ്റ് ചെയ്തേക്കണം പി സിയുടെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കയറ്റിയേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്ത് ബയോസിലിമിൻ്റെ മെനുവിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ അതേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കാണാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം കോൺഫിഗർ ചെയ്യാം. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കോൺഫിഗറേഷൻ ചെയ്യാനില്ല. കണ്ടോ, എല്ലാം ഡിഫോൾട്ട് ആവശ്യമുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ CSM കോൺഫിഗറേഷനിൽ വേണമെങ്കിൽ നമുക്ക് UEFI ഓൺലി ആക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കിടക്കുന്നത് UEFI ആൻഡ് ലെഗസി ഒക്കെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി UEFI ഓൺലി ആക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് GPT പാർട്ടീഷനിലുള്ള വിൻഡോസാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബൂട്ട് ഡ്രൈവായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഡിസേബിൾ ചെയ്തിട്ട് UEFI ഓൺലൈനിലേക്ക് മാറ്റുക കേട്ടോ. ഉണ്ടോ, അപ്പോൾ അത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇനി ആവശ്യമുള്ളതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക്കായിട്ട് നോക്കിയിട്ട് അത് മാത്രം ചേഞ്ച് ചെയ്യാം. നോർമലി വിൻഡോസ് ബൂട്ട് ചെയ്യുന്ന എത്ര മാത്രം മതി. ഉണ്ടോ, ബൂട്ട് ഡിവൈസ് ഡിറ്റക്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ SSD ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെൻ ഡ്രൈവും. വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ വഴിയിട്ട് നമ്മൾ ലാഗ് അടിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മളുടെ ബെഞ്ച് മാർക്കിൻ്റെ സ്കോറാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഗെയിമുകളൊന്നും കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റും നമുക്ക്. ഇതിനകത്ത് നമ്മൾ GTA 5 ഏകദേശം 60 FPS വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിസ്കിൻ്റെ സ്കോർ കുറവാണ്. വേറെ ഒന്നുമല്ല, NVMe ഡ്രൈവ് ഇട്ടാൽ മാത്രമേ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇതിൽ നമ്മുടെ സാറ്റ സപ്പോർട്ട് ചെയ്യുന്നത് 3 Gbps ആണ്. അപ്പോൾ സാറ്റ SSD ഇട്ടതുകൊണ്ട് കുറവായിരിക്കും കേട്ടോ സ്പീഡ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.